കുക്കിംഗ് പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നല്ല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ അരിയും ഉഴുന്നും നമുക്ക് ആദ്യം വെള്ളത്തിലിടാം. അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം. 2 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. 2 നാഴി പച്ചരിക്ക് ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ ഉഴുന്നെടുക്കുന്നുള്ളൂ. 1.5 നാഴി ഇട്ടാലും മതിയാകും. ഒരു ജാറിൽ അരച്ചെടുക്കാനാണെങ്കിൽ 1.5 മതി. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വരും. നമ്മൾ അരിയുടെ മേലെ നന്നായിട്ട് വെള്ളം വേണേ. ഒരു 3-4 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വറ്റും. സാധാരണ നമ്മൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് അന്നേരം ഒന്ന് അരിയെല്ലാം വെള്ളത്തിലിട്ടാൽ നമുക്ക് ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഒന്ന് അരച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഉള്ള സമയം കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ കഴുകിയിട്ട് അരച്ചെടുക്കാം. നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകിയതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്താൽ മതി. 2 നാഴി നമ്മൾ പച്ചരിയായിരുന്നു ഇട്ടിരിക്കുന്നത്. കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 തവി ചോറ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒഴിക്കാം. അതിൻ്റെ ഒപ്പത്തിന് അത്ര മതി. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും. ഞാനിതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഫസ്റ്റിലിട്ടാണ് അരച്ചത്. ലാസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചു. അതിനുശേഷം ഓഫാക്കി. നന്നായിട്ട് തരിയെല്ലാം പോയിട്ടുണ്ട്. ഒരു പൊടി ഉപ്പും കൂടെ ചേർത്ത് കൈ കൊണ്ടൊന്നിങ്ങനെ ഇളക്കിയിട്ട് വേണം എടുത്ത് വയ്ക്കാൻ. നല്ല ചൂടുള്ള സ്ഥലത്ത് അടുപ്പിൻ്റെ അവിടെയായിട്ട് വെച്ചാൽ മതി. വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ രാവിലെ ഒരു 5 മണി 6 മണി സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും. ഒരു 9 മണി 10 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ലേറ്റായിട്ട് അരച്ച് വെച്ചാൽ മതി. നമ്മളതിലെ കട്ടയൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇതുപോലെ നല്ല ഒരു രീതിയിൽ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ സെയിം മാവ് വെച്ചിട്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ സാധിക്കും. ഇഡ്ഡലി കുട്ടികൾക്ക് നല്ല കനം കുറച്ചായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ അല്പം നെയ്യൊക്കെ തടവി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്.